ഇഡലി തട്ടകത്തിൽ ഉണ്ടാക്കിയെന്ന് പറയണ്ടേ ഈ സാധനം ഇഡലി ആയിട്ടില്ല എങ്കിൽ നമ്മുടെ അപ്പത്തിൽ നിന്ന് അങ്ങോട്ട് പോവുകയും ചെയ്ത് അങ്ങനത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പൊ ഇത് ഉണ്ടാക്കാൻ വേണ്ടേ ആദ്യം തന്നെ 1 കപ്പ് പച്ചരി 2 ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടെ നന്നായിട്ട് ഒന്ന് അങ്ങോട്ട് കഴുകിയിട്ട് ഒരു 2-3-4 മണിക്കൂർ ഒന്ന് അങ്ങോട്ട് കുതിർത്തി വെച്ചോളൂ കേട്ടോ. എന്നിട്ട് അതിൽ നിന്ന് ആ വെള്ളമൊക്കെ അങ്ങോട്ട് ഊറ്റി മാറ്റിയിട്ട് നേരെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് 1/4 കപ്പോളം ചോറും 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇപ്പം തന്നെ അങ്ങോട്ട് ചേർക്കണം കേട്ടോ. ഇനി ഒരു 1/2 ടീസ്പൂണോളം ഈസ്റ്റ് കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒന്നും അടിച്ചെടുക്കുക. ഈ വെള്ളം ഒഴിക്കുന്ന മെഷീൻ നോക്ക്, ഞാൻ ഈ അടുത്തായിട്ട് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാട്ടെ ഈ സാധനം. നമ്മൾ സാധാരണ ഈ വെള്ളമൊക്കെ എടുക്കുമ്പോൾ നൂല് പോലെയല്ല വെള്ളം തന്നെ, നമുക്ക് ദേഷ്യം വരും. ഇതിൽ നിന്നാണെങ്കിലേ ഈ പൈപ്പിൽ നിന്ന് വെള്ളം തന്നെ മാതിരി നല്ലോണം വെള്ളം വരുന്നുണ്ട്. സംഭവം നല്ല ഉഷാറാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് ഈ സാധനം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടേ നന്നായിട്ടൊന്ന് അങ്ങോട്ട് അടിച്ചിട്ട് ഇതേപോലെ ഒരു പാത്രത്തിലോട്ട് നമ്മുടെ മാവ് പൊങ്ങാൻ വേണ്ടി മാറ്റിച്ചു കൊടുക്കണം. നമ്മുടെ മാവൊക്കെ ഇതേപോലെ അങ്ങോട്ട് പൊങ്ങി വന്നാലേ ഇനി ഇത് അങ്ങോട്ട് ഇളക്കി കൂട്ടി കലക്കി പറന്നൊന്നും കൊടുക്കൊന്നും വേണ്ട. നമുക്കുണ്ടല്ലോ ഇതിന്റെ മോളിൽ നിന്ന് വേണ്ടട്ടാ ഓരോ തവി വിധം ഇങ്ങോട്ട് കോരിയെടുക്കാനായിട്ട്. ഇനി നമ്മൾ ആ ഇഡലി ഉണ്ടാക്കുന്ന ഇഡലി തട്ടില്ലേ അതിൻ്റെ അകത്തേക്ക് നന്നായിട്ട് എണ്ണയൊക്കെ പുരട്ടിയിട്ട് ഓരോ തവി വീതം മാവ് ഒഴിച്ചിട്ട് ഇഡലിയൊക്കെ പുഴുങ്ങണ പോലെ തന്നെ ആവിയിൽ നല്ലോണം അങ്ങോട്ട് വേവിച്ചെടുത്താൽ മതി. നമ്മളുടെ ഈ അപ്പത്തിന് ഓവർ മധുരവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ, ആകെ കുറച്ച് പഞ്ചസാരല്ലേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇതിന്റെ കറിയായിട്ട് വെച്ചത് മുട്ടക്കറി ആട്ടോ, മുട്ട തിളപ്പിച്ചത്. ഇതിന്റെ കൂടെ ഇനി വേണമെങ്കിൽ ചിക്കനോ ബീഫോ മട്ടനോ മീൻകറിയൊക്കെ ആണെങ്കിലും നല്ല ഉഷാറായിരിക്കുള്ളൂ. വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാനും സേവ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും പിന്നെ ഫോളോ ചെയ്യാനും ആരും മറക്കണ്ട കേട്ടാ.